നമസ്കാരം. ഞാൻ രാജശേഖർ. പി എൻ ആർ ക്ലാസ്സസ് പ്രോഗ്രാം സീരീസിലെ ആദ്യ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുട്ടികളെ അറിയേണ്ടതിൻ്റെ പ്രാധാന്യം, കുട്ടികളുടെ മനസ്സറിയേണ്ട പ്രാധാന്യം ചർച്ച ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം സീരീസിലെ ഒരേറ്റമാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അത് ആദ്യം അനൗൺസ് ചെയ്തിരുന്നു. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എല്ലാവരും ധരിച്ചിരിക്കുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആയിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വലിയൊരു പ്രാധാന്യ വിഷയമാണ്. അതായത് ഈ സാമൂഹിക ജീവിതത്തിൽ ഭാഷാ പ്രയോഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ കിട്ടുന്ന ഒരു മതിപ്പുണ്ടല്ലോ, അംഗീകാരമില്ലാത്ത, അതൊരു പ്രധാന ഘടകം തന്നെയാണ് ഭാഷ. അപ്പം നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ആൾ വലിയ യോഗ്യത എന്നുള്ള രീതിയിലാണ് പൊതുവെ കാണുന്നത്. കുറേ ശരിയുമാണ്. നമ്മളത് പ്രാധാന്യം നൽകേണ്ട വിഷയം തന്നെയാണ്. നമ്മളുടെ പ്രോഗ്രാമിൽ അതുണ്ട്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഭാഷ കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കൂടുതൽ സംസാര ഭാഷയാണ് അതിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ മാത്രം പോരാ. നമ്മുടെ മാതൃഭാഷയെ നമ്മൾ അവഗണിക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലോ. പിന്നെ നമ്മുടെ ദേശീയ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി. ഇടയ്ക്കൊരു കാര്യം പറയാൻ, ഹിന്ദിക്ക് ദേശീയ ഭാഷ എന്നൊരു സ്റ്റാറ്റസ് ഒന്നും ഇല്ല കേട്ടോ. ഔദ്യോഗികമായിട്ട് അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. അതിനകത്ത് വേറെ കഥയുണ്ട്. ഞാൻ പിന്നീട് അവസരത്തിൽ ചർച്ച ചെയ്യാവുന്ന വിഷയം. എന്നാലും നമ്മുടെ ദേശീയ ഭാഷ എന്നാ പറയുന്നത് ഹിന്ദി, ദേശഭാഷ. ഭാരതത്തിൻ്റെ കൂടുതൽ പ്രദേശങ്ങളും ഉത്തരേന്ത്യ, പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലെല്ലാം ഹിന്ദി ആണ്. മറ്റു ഭാഷകളൊക്കെ ഉണ്ട്. ഹിന്ദി പൊതുവെ ഒരു ഭാഷ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഹിന്ദി പഠിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ബംഗാളികളെന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്ന ഉത്തരേന്ത്യക്കാർ, ബീഹാറികൾ, മറ്റു മലേഷ്യയിൽ നിന്ന്, പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ ഇവരെല്ലാം ബംഗാളികളെന്ന് ഭാഷ. പക്ഷേ അവരെല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത് എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ അങ്ങനെ വിഷയമുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം പ്രധാനമായിട്ടും മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്. നമ്മൾ കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ മാതൃഭാഷയാണ്. നമ്മൾ പിറന്നു വീണ അന്ന് മുതൽ കേൾക്കുന്ന ഭാഷ. അമ്മ, അമ്മിഞ്ഞ, അതുപോലെ ആണ് ഭാഷ. നമുക്ക് കിട്ടുന്ന അമ്മയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് പകർത്തുന്ന ഭാഷ ആരും പഠിപ്പിക്കേണ്ട. നമ്മളെ സ്വായത്തമാക്കുന്ന, കേട്ട് പഠിക്കുന്ന ഒരു ഭാഷ. കേട്ടാണ് പഠിക്കുന്നത്. അതിൽ ആദ്യകാലങ്ങളിൽ ആ കേട്ട് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന ഭവിക്കുന്ന തെറ്റുകൾ തുടർന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ പോവും. അത് വേറെ വിഷയം. അത് പിന്നെ തിരുത്തി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു എനർജി, ഒരു വൈബ് എന്ന് പറയും, ഒരു എനർജി നമുക്കുണ്ട്. ആ സംസാരിക്കുന്ന രീതി നല്ല അക്ഷരസ്ഫുടതയോടെ സ്പഷ്ടമായി കാര്യങ്ങൾ പറയുക. അപ്പം നമുക്ക് പകർന്നു കിട്ടുന്നൊരു എനർജി ഉണ്ട്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞ എനർജി. ആദ്യം ഉണ്ടായ എനർജി എന്നൊരു ശബ്ദമാണ്. നമ്മുടെ വലിയ പുരാണം അനുസരിച്ച് പറയും ഓംകാരമാണ്. ഓംകാരം എന്നാണ് പറയുന്നത്. ശബ്ദം ഭയങ്കര പവർഫുള്ളായ ഒരു എനർജിയാണ്. അതറിയണമെങ്കിൽ, അതിന് റിയാക്ഷൻ അറിയണമെങ്കിൽ ശബ്ദം വളരെ ക്വിക്കായിട്ടും സഡനായിട്ടും പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയുണ്ട്. അറിയണമെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി ഒരു തെറി പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞു നോക്കും, അപ്പോൾ കിട്ടും, അറിയാം അതിൻ്റെ എനർജിയുടെ എഫക്റ്റ് ഉടനെ കിട്ടും. കിട്ടത്തില്ലേ? അത്ര പവർഫുള്ളാണ് ശബ്ദം. അത്ര നല്ലൊരു എനർജിയാണ്. അത് നല്ല വാക്കുകളാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നത് അതേപോലെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് മോശം വാക്കുകളാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പവർഫുള്ളായിട്ടുള്ള സഡൻ റിയാക്ഷൻ ഉള്ളൊരു എനർജിയാണ് ശബ്ദം. അപ്പോൾ ഈ വിഷയത്തിൽ വരും ഭാഷ കൈകാര്യം ചെയ്തതിൻ്റെ പ്രാധാന്യം. മലയാള ഭാഷ ആദ്യം നമ്മൾ അത് തന്നെ എടുക്കുന്നു. സംസാര ഭാഷയിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ
ഉദിക്കുന്ന ആശയങ്ങൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ കൺവേ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞു പോകും, കുഴപ്പമൊന്നുമില്ല. എഴുത്തിലും വലിയ കാര്യമില്ല, നമുക്ക് വൃത്തിയായിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ എഴുതാനൊക്കെ കത്തെഴുതാനും അത് നല്ല ഭാഷയിൽ എഴുതാനും ഒക്കെ നമുക്ക് അറിയാൻ കുറേ ഒരു പരിധി. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് നാളായി നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ഈ മത്സര പരീക്ഷകൾ ഇപ്പോൾ മലയാളത്തിൽ എഴുതാം, മലയാളത്തിൽ ചോദ്യങ്ങളുണ്ടാവും. മലയാളം ഒരു പോർഷൻ, ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ ഒരു മലയാളത്തിലുള്ള ചോദ്യങ്ങൾ. ഞാൻ എടുത്ത് പല ക്വസ്റ്റ്യൻ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഭാഷയിൽ വലിയ പ്രാവീണ്യമുള്ളതെന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്ന നമുക്ക് ഉത്തരം എഴുതാൻ കഴിയാത്ത ഒരുപാട് മേഖലകൾ അതിനകത്തുണ്ട്. നമ്മുടെ ഭാഷ, മലയാള ഭാഷയിലെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണ്ടേ? ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ വരണം. അതിന് ഉള്ളൊരു സംഗതി ഞാൻ പറയാം. എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത്, എനിക്ക് നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ, നല്ല അധ്യാപകർ, മലയാളം, പ്രത്യേകം മലയാളം, ഇംഗ്ലീഷ് എല്ലാം. ഇത് പറയാം, ഞാൻ എൻ്റെ ഒരു അധ്യാപകനെ ഓർക്കണം. സുകുമാരൻ കുഞ്ഞുകുഞ്ഞെന്നാണ് പേര്. കടമ്പനാടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഞാൻ പഠിച്ചത് പോരുവഴി ഹൈസ്കൂളിലാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിലൊന്നും ഞാൻ മലയാളം പഠിച്ചില്ല, എല്ലാം ഹിന്ദി ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. മലയാളം പിന്നെ പഠിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അദ്ദേഹം പകർന്നു തന്ന ആശയങ്ങൾ, ആ ആശയസ്ഫുടത, ആ ശബ്ദശുദ്ധിയൊക്കെ എന്നും എൻ്റെ മനസ്സിൽ എന്നോടുകൊണ്ട്. അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരു ദിവസവും കടന്നു പോയില്ല. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം പറയും. ഭാഷയിൽ ചില ശബ്ദങ്ങൾക്ക്, ചില ശബ്ദ വ്യത്യാസങ്ങൾക്ക് കൊണ്ടുവരുന്ന അർത്ഥവ്യത്യാസങ്ങൾ. ഒരിക്കലേ ഒരു PSC ചോദ്യം പേപ്പർ കാണാനിടയായി. കണ്ടപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവരും ഇന്ന് സംസാരിക്കുന്ന ആ ഒരവസ്ഥയിലാണ്. അവിടെ അധ്യാപകരുണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഇരുന്ന് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം യാദൃച്ഛികമായിട്ട് ഒരാളുടെ ശ്രദ്ധ ഒരാളിങ്ങനെ എടുത്തിട്ടു. ആ അർത്ഥവ്യത്യാസം പറയാവുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം: അതായത് ചോദ്യം എന്താണെന്ന് പറയും, അർത്ഥവ്യത്യാസം പറയാൻ എഴുതുക, എന്തെങ്കിലും അർത്ഥവ്യത്യാസം. ചോദ്യം ഇതാണ്: അയാൾ തൻ്റെ 70-ാം പിറന്നാളിന് നാക്കിലിട്ടു. നാക്കിലിടുക എന്ന് പറഞ്ഞാൽ തൂശനിടുക, അതൊരു പ്രയോഗം. നാക്കിലിടുക എന്ന് പറഞ്ഞാൽ സദ്യ കഴിച്ചു എന്നർത്ഥം. നാക്കിലിടുക, നാക്കില. തൂശനിട ആണല്ലോ നാക്കില, നാക്ക് കൊള്ളയില്ല, നാക്കില. ഇട്ടു എന്ന് പറഞ്ഞാൽ സദ്യയുണ്ടു, സദ്യ കഴിച്ചു എന്നാണ്. അയാൾ തൻ്റെ 70-ാം പിറന്നാളിന് നാക്കിലിട്ടു. അർത്ഥം വ്യക്തമാണല്ലോ. 70-ാം പിറന്നാളിന് പിറന്നാൾ സദ്യ ഉണ്ടു എന്നാണ്. അടുത്ത സെന്റൻസാണ്: അയാൾ തൻ്റെ 70-ാം പിറന്നാളിനും നാക്കിലിട്ടു. അർത്ഥവ്യത്യാസം ഉണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസം ഉണ്ടോയെന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അത് എഴുതണം, അതാണ് ചോദ്യം. അപ്പോൾ അത് ഞങ്ങളുടെ ഇടയിൽ ചർച്ചയായി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ചിലർ എന്ത് രണ്ടും ഒന്നുമല്ലേ, 70-ാം പിറന്നാളിനും സദ്യയുണ്ട്, 70-ാം പിറന്നാളിനും സദ്യയുണ്ട്, നാക്കിലിട്ടു സദ്യയുണ്ട്, 70-ാം പിറന്നാളിനും സദ്യയുണ്ട്, 70-ാം പിറന്നാളിനും സദ്യയുണ്ട്. എന്ത് വ്യത്യാസം? അയാൾ പിറന്നാൾ സദ്യയുണ്ട് എന്നതിന് അപ്പുറം എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇല്ല. എന്നാൽ അർത്ഥവ്യത്യാസം ഉണ്ടോ നിങ്ങൾ ആലോചിച്ചൊക്കെ. 70-ാം പിറന്നാളിന് നാക്കിലിട്ടു, 70-ാം പിറന്നാളിനും എന്ന് പറഞ്ഞ ഒരു ശബ്ദ വ്യത്യാസം വന്നപ്പോൾ അർത്ഥത്തിൽ വലിയ വ്യത്യാസം. എന്താ വ്യത്യാസം? ആദ്യത്തെ സെൻറ്റൻസിൽ പോയി. ആദ്യ സെൻറ്റൻസ് എന്താ? അയാൾ തൻ്റെ 70-ാം പിറന്നാളിന് നാക്കിലിട്ടു എന്ന് പറഞ്ഞ അർത്ഥം അയാൾ 70-ാം പിറന്നാളിന് സദ്യയുണ്ട്, പിറന്നാൾ സദ്യയുണ്ട്, വീട്ടിലെല്ലാവരും കൂടിയിരുന്നു പിറന്നാൾ സദ്യയുണ്ട് എന്ന് വ്യക്തമായ അർത്ഥം. 70-ാം പിറന്നാളിനും നാക്കിലിട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്താ? 70-ാം പിറന്നാളിനും സദ്യ ഉണ്ടു എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. എന്താണ് അർത്ഥം? ആദ്യത്തേതിൽ എന്താണ്? അയാൾ 59-ാമത്തെ പിറന്നാളിന് സദ്യയുണ്ടോ എന്ന് ഉറപ്പില്ല. അതിന് മുമ്പ് ഏതെങ്കിലും പിറന്നാളിന് സദ്യയുണ്ടോ എന്ന് വ്യക്തമല്ല. 70-ാം പിറന്നാളിന് സദ്യയുണ്ടു, 56, 58, 60 അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ ഇതിലേതെങ്കിലും പിറന്നാളിന് സദ്യ ഉണ്ടതായിട്ട് അതിനകത്തൊരു വ്യക്തതയില്ല. ഉണ്ടാവാം,
പക്ഷെ രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് വ്യക്തമാണ്. എന്താണ്? അയാൾ തൻ്റെ 70-ാം പിറന്നാളിനും നക്കിലിട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾ ഇന്നേ വരെ ഒരു പിറന്നാളിലും സദ്യ ഉണ്ടായിരുന്നു, എല്ലാ പിറന്നാളും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നൊരു അർത്ഥം അവിടെ സ്ഫുരിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു പിറന്നാളിനും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ ഒരു അനുസ്വാരത്തിൽ അല്ലെ ആ ഒരു ശബ്ദവ്യത്യാസത്തിൽ എന്ത് സംഭവിച്ചു? അർത്ഥം വേറൊരു തലത്തിലേക്ക് പോയി. ഒരു കണ്ടിന്യൂറ്റി, തുടർച്ച, മുടക്കമില്ലാത്ത നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരർത്ഥം അവിടെ വന്നു. ഇത് ഭാഷാപ്രയോഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമ്പിൾ എന്നില്ല. നമ്മൾ ഈ പണ്ട് ഈ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഉപന്യാസം, ഒരു പാഠഭാഗം, അതിൽ പിന്നെ എക്സസൈസ്, ലാംഗ്വേജ് ആൻഡ് എക്സസൈസ് പറഞ്ഞൊരു ഭാഗം, ലാംഗ്വേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗം പല അധ്യാപകരും അങ്ങ് കളയും. ഈ കഥ പഠിപ്പിച്ചിട്ട് അതിനകത്ത് ചോദ്യോത്തരങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ചോദ്യം ചോദിച്ച് അടിച്ച് മാർക്ക് വായിപ്പിച്ച് അങ്ങ് പോന്നിട്ടുണ്ട്. എന്നാൽ ഈ ഭാഷ, ലാംഗ്വേജ് യൂസേജ്, മലയാളത്തിൽ ഭാഷ പ്രയുക്തി എന്നാണ്. പ്രയോഗിക്കുന്ന രീതി, പ്രയുക്തി, യൂസേജ് ഓഫ് ലാംഗ്വേജ്, ഭാഷ പ്രയുക്തി. ഇത് ചിലർ അവഗണിക്കും. അങ്ങനെ അവഗണിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, ഒരാളിനെ ആദ്യം കാണുമ്പോൾ നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത്, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ പറ്റി നമ്മളൊരു വിലയിരുത്തുന്നത് ആദ്യം അയാളുടെ അപ്പിയറൻസ് നമ്മൾ എടുക്കും. അപ്പിയറൻസ് ഒരു ഘടകമാണ്. ആദ്യത്തെ അപ്പിയറൻസ്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുന്നത് എന്താണ്? അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഒക്കെ വരും. പിന്നെ ഭാഷ, അയാൾ എങ്ങനെ സംസാരിക്കുന്നു, അയാളുടെ സംസാര ശൈലി. ചിലരുണ്ട്, ചില ബിരുദന്മാരുണ്ട്, നല്ല ഭംഗിയായി സംസാരിച്ച് മനുഷ്യനെ കുപ്പിയിലാക്കുന്ന വ്യക്തികളുണ്ട്. ചില ക്യാൻവാസിങ് ഏജൻസ്, അങ്ങനെ അതിൽ ഫ്രോഡുകളുണ്ട്, നന്നായി സംസാരിച്ച്. അപ്പോൾ ഭാഷ ഒരു ഘടകമാണ്. നന്നായി ഭാഷ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നൊരു ഘടകമാണ്. ഒരു എക്സാമ്പിൾ, പണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ സാറന്മാർ പറയുന്നൊരു തമാശ, ഒരു കുട്ടി അവൻ ഉച്ചാരണ ശുദ്ധിയില്ല, ശബ്ദശുദ്ധിയില്ല, ഉച്ചാരണ ശുദ്ധിയില്ല. പഴയത്തിന് പയം എന്ന് പറയും, പയം, മയ, മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സാറിന് ഇവൻ്റെ ഈ ഈ അധ്യാപകനൊരു വല്ലാതെ തോന്നി. അവനെ ഒരുപാട് ശകാരിച്ചു. അവൻ പിന്നെ എങ്ങനെയും പറയുള്ളൂ. ഒരു ദിവസം അവൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന പറഞ്ഞത്, ഇവൻ്റെ ഈ പ്രശ്നം ശ്രദ്ധിക്കണം, ഇവനെ പിന്നെ നമുക്ക് ഒന്ന് ശരിയാക്കി, ഇങ്ങനെ സംസാരിച്ച് ശരി, ഞാൻ എത്ര പറഞ്ഞിട്ട് നമുക്ക് പഠിക്കുന്നില്ല, പിന്നെ മാറ്റുന്നില്ല ശൈലി. അപ്പോൾ ആ രക്ഷിതാവ് പറഞ്ഞു, അത് കുഴപ്പമില്ല സാറേ, അത് തയക്കവും പയക്കവും ഇല്ലാത്തതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളും. അത് തയക്കവും പയക്കവും ആകുമ്പോൾ സാറ് പറഞ്ഞു, അത് ശരിയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവൻ കേട്ട് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ കാണുന്നു, അയാൾ നമ്മൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടായി, പക്ഷേ അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭാഷ ശുദ്ധിയില്ലെങ്കിൽ അതുവരെ ഉണ്ടായ ഇമ്പ്രഷൻ പോകും. അപ്പോൾ വ്യക്തിത്വമുള്ള ഒരാളുടെ വ്യക്തിത്വത്തെ ഇളക്കുമ്പോൾ അപ്പിയറൻസ് പോലെ പ്രധാനമാണ് അയാളുടെ ശബ്ദം, അയാളുടെ സംസാര ശൈലി എന്നുള്ളൊരു പ്രാധാന്യം. അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷ്യൻ്റ്, ഭാഷാ പ്രാവീണ്യം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രം പോരാ, മലയാള ഭാഷയിലും അത് വേണം. നന്നായി സംസാരിക്കാൻ, ഭംഗിയായി സംസാരിക്കാൻ, ആകർഷകമായി സംസാരിക്കാൻ, ശബ്ദശുദ്ധിയോടെ, സ്പഷ്ടമായി, സ്ഫുടമായി, അക്ഷരസ്ഫുടതയോടെ, വ്യക്തതയോടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ ഒരാളിലേക്ക് കൺവേ ചെയ്യാൻ കഴിയണം. അത് ലാംഗ്വേജ് ഏതായാലും, മലയാളമാകട്ടെ, ഹിന്ദിയാകട്ടെ, ഇംഗ്ലീഷാകട്ടെ, മറ്റേത് ഭാഷയാകട്ടെ. ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത ഒരു യൂണിവേഴ്സൽ ഗ്ലോബൽ ലാംഗ്വേജാണ്. എവിടെയും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ എവിടെയും നമുക്ക് ജീവിക്കാം. ഹിന്ദി നമ്മുടെ ഇന്ത്യയിൽ എവിടെയായിരുന്നു, മലയാളം അതിന് ഒരു ലിമിറ്റഡ് ഇതുണ്ടെങ്കിലും നമ്മുടെ ഭാഷ എന്ന നിലയിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യം. ലോകത്തോടെ പോയാലും മലയാളി ഉണ്ടാവുമല്ലോ. അത് ആ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് കൂടുതൽ ഉദാഹരണങ്ങളും ഒക്കെയായിട്ട് തുടർന്ന് വരുന്ന വീഡിയോസിൽ അത് നമ്മൾ ചർച്ച ചെയ്യും.
ബിഗിനർ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു സാധാരണ ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ട്യൂഷൻ സംവിധാനം പണ്ടത്തെ, അതായത് പരമ്പരാഗതമായ ട്യൂഷൻ സംവിധാനമല്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം പിന്നെ ട്യൂഷൻ മാസ്റ്റർ പഠിപ്പിക്കുന്നു, പിന്നെ വേറെ സാർ പഠിപ്പിക്കുന്നു, അങ്ങനെ അത് വീണ്ടും പഠിപ്പിക്കുന്നതല്ല അർത്ഥം. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ, ചില ഘടകങ്ങൾ എടുത്തിട്ട് അവിടെ നമ്മൾ വേണ്ട ഇടപെടൽ നടത്തി കുട്ടികളുടെ ആ പ്രാവീണ്യം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുടർന്നുള്ള വീഡിയോസിൽ ഇതുപോലെല്ല ഇതിൻ്റെ തുടർച്ചയുണ്ടാവും. തൊട്ടടുത്ത് വരുന്നത് ഇതായിരിക്കില്ല, വേറൊരു വിഷയമായിരിക്കും നമ്മൾ കയറുന്നത്. ഇതിൻ്റെ തുടർച്ച പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുടരും. അപ്പോൾ പ്രിയപ്പെട്ട, ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയതിന് ഞാൻ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളാണല്ലോ ഇത് പ്രധാന ഘടകം. എനിക്ക് ഒരു അപേക്ഷയുള്ളത്, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിലെ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും, പിന്നെ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറയണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം അതെന്തോ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാൻ ഒരു സംവിധാനം ഉണ്ടല്ലോ ഇതിനകത്ത്, ഫീഡ്ബാക്ക് സംവിധാനം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണം. എന്നിട്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് അപേക്ഷയുള്ളത്, നിങ്ങളത് വളരെ ഗൗരവമായി എടുക്കുകയും അതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യണം. അപ്പോൾ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും അധ്യാപകരും ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കണം. ഭാഷ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആ ശുദ്ധിയെപ്പറ്റി കൂടുതൽ അറിയുകയും ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണമെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതിയാക്കാം. തുടർന്ന് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങൾ വരാം. ഡേയ്സ് ടു കം. വി ഓൾ ഹാപ്പി ഡേയ്സ് എഹെഡ്. തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു.